ഹലോ, നമസ്കാരം. സിനിമകൾക്ക് അങ്ങനെ റിവ്യൂ പറയാറില്ല. പക്ഷേ ഇന്ന് തുടരും സിനിമ കണ്ടു. ഒരുപാട് ഇഷ്ടമായി. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് നമ്മുടെ പഴയ ലാലേട്ടനെ തിരികെ കിട്ടി എന്നുള്ളതാണ്. അധികം ആർഭാടങ്ങളില്ലാതെ അവകാശവാദങ്ങളില്ലാതെ വന്ന ഒരു സിനിമ അപ്പോൾ ഇത്രയ്ക്ക് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ കാണും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഴയ ലാലേട്ടൻ വീണ്ടും തിരികെ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുടരുമെന്ന സിനിമ കഴിയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ലാലേട്ട ഇതങ്ങട് തുടരുക എന്നത് തന്നെയാണ്. തരുൺമൂർത്തിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എത്രയോ സുന്ദരമായ സംവിധാനമാണ് ഈ ചിത്രത്തിലൂടെ അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അത്ര സുന്ദരമായ ഒരു സംവിധാന മികവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഥ കെ.ആർ. സുനിലിൻ്റെയാണ്. കെ.ആർ. സുനിലും തരുൺമൂർത്തിയും ചേർന്ന് തിരക്കഥ രൂപപ്പെടുത്തിയപ്പോൾ വളരെ കാമ്പുള്ള ഒരു തിരക്കഥയെ നമുക്ക് തുടരുമെന്ന ചിത്രത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. എം രഞ്ജിത്ത് അതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തപ്പോഴും ആ ഒരു സൗദി വെള്ളക്കയുടെ വിജയം ആവർത്തിക്കുക തന്നെ, അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരുടെ അവരിൽ കാണിച്ച ആ ഒരു വിശ്വാസം അത് വിജയത്തിലേക്ക് തന്നെ എത്തി എന്നുള്ളത് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പെർഫോമൻസാണ്. എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിർവഹിച്ചിരിക്കുന്നത്. വില്ലനും നായകനും ഒരേപോലെ തിളങ്ങുന്ന മനോഹരമായ അഭിനയ പ്രതിഭയായ ലാലേട്ടനൊപ്പം അതേ പൂർണ്ണതയിൽ അതേ ഭാവത്തിൽ തന്നെ ഒരു വില്ലനെ പ്രതിഷ്ഠിക്കുവാനായിട്ട് സംവിധായകന് സാധിച്ചു. പ്രകാശ് വർമ്മ അതുവരെ പരസ്യ ചിത്രീകരണത്തിൻ്റെ ആ ഒരു മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ, ക്യാമറയ്ക്ക് പിന്നിലായിരുന്നുവെങ്കിൽ, ഇന്ന് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നപ്പോൾ എത്ര സുന്ദരമായിട്ടാണ് ആ ഒരു വില്ലൻ കഥാപാത്രത്തെ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ബിനു പപ്പുവിൻ്റെ അഭിനയവും ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. രണ്ടുപേരും കൂടി ചേർന്നപ്പോൾ എത്ര അടിപൊളി ഒരു ഒരു എന്താ പറയുക, വിഷുക്കൈ നീട്ടം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ തന്നെ അത്ര സുന്ദരമായ ഒരു അഭിനയം. ശോഭന മോഹൻലാൽ കൂട്ടുകെട്ട് 90 കാലഘട്ടത്തിലും നമ്മളൊക്കെ ഏറ്റെടുത്തൊരു കൂട്ടുകെട്ടാണ്. അത് മലയാളികളൊക്കെ കാത്തിരുന്ന ഒരു സിനിമയുടെ അനുഭവം പകർന്നു നൽകുവാനായിട്ട് ഈ ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടിലൂടെ സാധിച്ചു. നർമ്മം വളരെ കുറവാണെങ്കിലും അഭിനയ മികവും അഭിനയ സാധ്യതകളുമൊക്കെ ആ ഒരു എന്താ പറയുക, ടോയ്ലറ്റിലൊക്കെ കിടന്നുകൊണ്ടുള്ള മോഹൻലാലിൻ്റെ കരച്ചിലൊക്കെയുണ്ട്. അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വല്ലാതെ ഒരു എന്താ പറയുക, നമുക്ക് കിട്ടിയല്ലോ ആ പഴയ ലാലേട്ടനെ എന്നുള്ള ആ ഒരു ഫീല് ഓരോ മലയാളിയും അനുഭവിക്കും. കരയുന്ന നടനെ കാണുമ്പോൾ, അല്ലെങ്കിൽ വിവിധ ഭാവപ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ എത്ര സുന്ദരമായിട്ടാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കഥയേക്കാളൊക്കെ അപ്പുറം പെർഫോമൻസ് കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിട്ട് മാറും തുടരുമെന്നുള്ളതിൽ സംശയമില്ല. ജെക്സ് ബിജോയുടെ സംഗീതം അത് ഈ ചിത്രത്തെ ഏറെ മികവിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അത്ര സുന്ദരമായിട്ട് പതിയെ തുടങ്ങി അവസാനം ഇൻ്റർവെല്ലിന് ശേഷമുള്ള ആ ഒരു എന്താ പറയുക, ഈ പൊതു റിവ്യൂലൊക്കെ കണ്ടിറങ്ങുന്നവർ പറയുന്നത് പോലെ തീയാണ് എന്ന് പറയുന്നത് പോലെ അത് തന്നെ ഏറ്റുപറയുവാൻ തോന്നുന്നു. കാരണം ഇൻ്റർവെല്ലിന് ശേഷമുള്ള ആ ഒരു അഭിനയവും രംഗങ്ങളുമൊക്കെ അത്രയ്ക്ക് ഭംഗിയായ രീതിയിലാണ് സംവിധായകൻ, അല്ലെങ്കിൽ ആ കഥ, അല്ലെങ്കിൽ ആ തിരക്കഥ, ആ ഒരു വലിയ കൂട്ടായ്മ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അത്ര സുന്ദരമായ കാഴ്ചകൾ. അങ്ങനെ തന്നെ പഴയ ആദ്യത്തെ, അല്ലെങ്കിൽ ഈ ആദ്യ ഭാഗമൊക്കെ പതിയെയാണ് തുടങ്ങുന്നതെങ്കിലും ഇടയ്ക്കെങ്കിലും ചെറിയൊരു ലാഗ് നമുക്ക് അനുഭവപ്പെടുമെങ്കിലും അത് ലാഗല്ല, അത് കഥയിലേക്കുള്ള യാത്രയാണ് എന്ന തിരിച്ചറിവ് ഓരോ ആസ്വാദകനും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തുടരുമെന്ന ചിത്രം കാണുമ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. ഒട്ടും ആരവങ്ങളില്ലാതെ, ആഡംബരങ്ങളില്ലാതെ, അധികം ഇല്ലാതെ, അവകാശവാദങ്ങളില്ലാതെ, ഒന്നുമില്ലാതെ വളരെ ലളിതമായിട്ട് വന്ന 99 ദിവസം കൊണ്ട് ഇതിൻ്റെ ചിത്രീകരണം പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു ചിത്രീകരണം പൂർത്തീകരിച്ച് ഇന്ന് തുടരും എന്നുള്ളൊരു സമ്മാനമായിട്ട് മലയാളികൾക്ക് തുടരുമെന്ന ചിത്രം ലഭിച്ചിരിക്കുകയാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് ഇത് തന്നെ തുടരുക ലാലേട്ട, ഇത് തന്നെ തുടരുക. തരുൺമൂർത്തിയുടെ സംവിധാന മികവും ഈ ഒരു കൂട്ടായ്മയിലൂടെ മലയാളികൾക്ക് ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ ലഭിക്കുമെന്നുള്ള സംശയമില്ല. ചിത്രം കണ്ടിറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ദൃശ്യവുമായിട്ടൊക്കെ നമുക്ക് ചെറിയൊരു സാമ്യം തോന്നാമെങ്കിലും അത് ആ കഥാപാത്രങ്ങളുടെ മികവ് കൊണ്ടും അതുപോലെ തിരക്കഥയുടെ വ്യത്യസ്തത കൊണ്ടുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായിട്ട് മലയാളികൾ ഏറ്റെടുത്ത ഒരു ചിത്രമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സിന് മുന്നിൽ രാവിലെ 10 മണിക്കുള്ള ഷോ കണ്ടിറങ്ങിയപ്പോൾ എല്ലാവരും പറയുന്നത് അതുതന്നെയാണ്, എല്ലാ ആസ്വാദകരും പറയുന്നത് അതുതന്നെയാണ്. ലാലേട്ട ഇത് തന്നെ തുടരുക. ഈ ഒരു ലാലേട്ടനെയാണ് മലയാളികൾക്ക് കുറേ നാളുകളായിട്ട് നഷ്ടപ്പെട്ടു പോയത്.
ആ ലാലേട്ടൻ തിരികെ വന്നു. ലാലേട്ടൻ്റെ തിരിച്ചുവരവിന് എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ ഈ ഒരു കൂട്ടായ്മയിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടരും എന്ന ചിത്രം എല്ലാവർക്കും കാണാവുന്നൊരു ചിത്രമാണ്. അത് തിയേറ്ററിൽ പോയി കാണുക.